കേരള ചരിത്രം, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഏതെടുക്കാം? കായികം, സ്പോർട്സ്. ലെറ്റ്സ് ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. കേട്ടോ, ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? ഇൻഡിവിജ്വൽ ഗോൾഡ് കേട്ടോ, ആസ് എ ഗ്രൂപ്പോ അല്ലെങ്കിൽ ആസ് എ ഇതല്ല, നമ്മുടെ ടീമല്ല. ഇൻഡിവിജ്വൽ സ്പോർട്ടില് ഫസ്റ്റ് എവർ ഗോൾഡ് കൊണ്ടുവന്നത് ആരാണ്? 2008 ബീജിംഗ് ഒളിമ്പിക്സ്. അഭിനവ് ബിന്ദ്ര എന്ന് പറഞ്ഞു. ആരെന്ന് മനസ്സിലായോ പുള്ളി? എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ സ്പോർട്സ് പേഴ്സണേ അല്ല. ഏത് സ്പോർട്ടാന്നറിയാലോ? അയ്യോ, എനിക്ക് അതും അറിയത്തില്ല. ഷൂട്ടിംഗ് ആയിരുന്നു. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിൽ ഫസ്റ്റ് എവർ ഗോൾഡ് ഫോർ ഇന്ത്യ 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ കൊണ്ടുവന്നത് അഭിനവ് ബിന്ദ്ര എന്നുള്ളത് ശരി ഉത്തരമാണ്. എടുത്തിട്ട് വരണേ. പുളി എടുത്തിട്ട് വരണേ. റെഡി? അപ്പൊ 5 ആണോ പോകുന്നത്? ഗെയിം നോക്കിയിട്ട് തീരുമാനിക്കാം. ഓക്കെ മീനാക്ഷി, ഈ കളിയുടെ പേരാണ് എയർ ബോൾ. യെസ്. അപ്പൊ ബേസിക്കലി ഇതാ ഈ ഒരു ടർഫ് പോലത്തെ സ്പേസിനകത്ത് 1, 2, 3, 4 and 5 ബോൾസ് ഉണ്ട്. ഈ ബോൾസിനെ ഇങ്ങനെ സാധാരണ ഉരുട്ടിയിട്ടാൽ പോരാ, റാദർ എന്റെ കയ്യിലൊരു ഫാൻ ഉണ്ട്, ഈ രംഗത്ത് തരും. അപ്പൊ ഈ ഫാനിന്റെ കാറ്റ് ഉപയോഗിച്ച് വേണം ബോളിനെ നിയന്ത്രിച്ച് ഈ ഒരു ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറ്റാനായിട്ട്. അങ്ങനെ കണ്ട ഈ 5 ബോളും കയറ്റി കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റ് ആവും. രസമല്ലേ? എന്നാ ശരി, ഞാൻ പോവാ. ഞാൻ തോറ്റിട്ടൊന്നും പറയല്ലേ കേട്ടോ. ഒരു കുഴപ്പമില്ല. റെഡി? റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ. യെസ്, അഞ്ചേച്ചി വരൂ. ഇവിടെ വെച്ചോ. കാറ്റ് ഉപയോഗിച്ച് വേണം അകത്ത് കയറ്റാൻ. യെസ്, വെരി ഗുഡ്. One down. 2. അടിപൊളി. സമയമായോ? അപ്പൊ 10 seconds more. അതായത് ഇത് തന്നിട്ട് പിന്നെ പോയൊരു 100 മീറ്റർ കൂടി നന്നായി. നമ്മള് ഞാൻ അടിച്ച് പുറത്തേ ഞാൻ മിക്കവാറും ഇതാ ഹാർപ്പിക്ക് അപ്പുറത്ത് പോകുന്ന എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ടൈം വെച്ചിട്ട് ഒരു ഹാർപ്പിക്ക്, ഒരു ലൈസോള്, ഒരു അച്ചാർ. നിങ്ങൾക്ക് എന്തുമാത്രം ഭാഗ്യമുള്ള ആൾക്കാരാ നിങ്ങൾ. ഈ ഒരു 3 സാധനല്ലേ കിട്ടിയിട്ടുള്ളൂ. നല്ല സമ്മാനം കിട്ടാതെ ഇവിടെ നിന്ന് പോയിട്ട് വരുന്നത് ഭയങ്കര മോശമല്ലേ? അതുകൊണ്ട് ഈ റൗണ്ടില് നിങ്ങൾ കൊണ്ടുവന്നത് എന്താ അറിയോ? You're going home with a television. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.